ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിലൊന്നാണ് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ മെഷർമെൻറ്റ് കൊടുക്കുമ്പം ഓരോ ടൈപ്പായിട്ടാണ് വരുന്നത് ഡ്രോയിങ് ബോർഡ്. പിന്നെ യൂസ് ചെയ്യുന്നതാണ് ടി സ്ക്വയർ. ടി സ്ക്വയർ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ടി സ്ക്വയർ ഓർ മിനി ഡ്രാഫ്റ്ററാണ് യൂസ്. അടുത്ത വരുന്നത് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ രണ്ടെണ്ണമാണ് വരുന്നത്. ഇപ്പോൾ 2 സെറ്റ് സ്ക്വയേഴ്സാണ് ഉള്ളത്. പിന്നെ വരുന്നതാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് കോമ്പസ്. കോമ്പസാണ് മെയിനായിട്ട് വരുന്നത്. ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള സാധനങ്ങളാണ് കോമ്പസ്, പെൻസിൽ, അങ്ങനത്തെ. പിന്നെ വരുന്നതാണ് സ്കെയിലോ റൂളർ. റൂളർ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഉണ്ടാവും. പിന്നെ പ്രൊട്ടാക്ടറാണ് ഇപ്പോൾ ഡിഗ്രീസ് മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത്. ഈ പ്രൊട്ടാക്ടർ നമ്മൾ സ്കൂളിലൊക്കെ യൂസ് ചെയ്യണ ടൈപ്പ് തന്നെയാണ്, വലുതൊന്നുമല്ല. പിന്നെയാണ് ഫ്രഞ്ച് കർവ്സ്. ഇത് യൂസ് ചെയ്യണത് നമുക്ക് കർവൊക്കെ വരക്കാനും പിന്നെ ഇതിലുള്ള ഓരോ ചെറിയ ചെറിയ കർവ്സൊക്കെ നമുക്ക് വരക്കാൻ ഫ്രീലാൻസായി വരക്കാൻ വയ്ക്കാത്തതും പിന്നെ കോമ്പസ് വരക്കാൻ വയ്ക്കാത്തതും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ വരക്കുക. ചെറിയ ചെറിയ ഇത് പല ടൈപ്പ് ഓഫ് ഫ്രഞ്ച് കർവ്സ് ഉണ്ട്. പിന്നെ ഡ്രോയിങ് പേപ്പറിൽ ഏറ്റവും വലുത് A0, പിന്നെ അതിൻ്റെ ചെറുത് A1, A2, A3, A4, A5 വരെയാണ് ഉള്ളത്. ഇത്രയാണ് ഡ്രോയിങ് ഷീറ്റിൽ വരുന്നത്. ഇത് പലതും പല ഇതാണ് വരുന്നത്. വരക്കലിൽ ചേഞ്ച് ഉണ്ട്. ഓരോ പേപ്പറും ഓരോ സൈസാണ്. പിന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നത് തന്നെയാണ് ഡ്രോയിങ് പെൻസിൽ. അത് 2 ടൈപ്പാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യണത്. ഒന്ന് 2H മറ്റേത് HB ആണ്. 2H പറഞ്ഞത് ഹാർഡ്നെസ്സും B പറഞ്ഞത് ബ്രൈറ്റ്നെസ്സും ആണ്. അപ്പം അത് രണ്ടും പാടി വരുന്നത് 2H പിന്നെ HB ആണ്. ഹാർഡ് ബ്രൈറ്റ്നെസ്സും പിന്നെ എന്താണ് 2H 2. അടുത്തതായി വരുന്നതാണ് എറൈസർ. അത് ക്ലീൻ ചെയ്യാം. പിന്നെ വരുന്നതാണ് ഡ്രോയിങ് ക്ലിപ്സ്. അതായത് ഡ്രോയിങ് ബോർഡൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇത് ഓരോന്നും ഓരോ പർപ്പസിന് യൂസ് ചെയ്യണതാണ്. ഡ്രോയിങ് ക്ലിപ്പ്, ആ ക്ലിപ്സിൽ തന്നെ വരുന്ന ടാപ്പ്, അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഹോൾ വരുന്നതല്ലേ. പിന്നെ ഡ്രോയിങ് ക്ലീൻ ക്ലോത്ത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ എന്താവണം, എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഭാഗമൊക്കെ എന്താവണം, ഡ്രോ ചെയ്യണ ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വരണം. ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും മിനി ഡ്രാഫ്റ്റർ ഇതാണ് വരുന്നത്. മിനി ഡ്രാഫ്റ്റർ ഈ വരുന്ന ഈ ക്ലാമ്പാണ് നമ്മൾ ഡ്രോയിങ് ബോർഡുമ്മേ ഫിറ്റ് ചെയ്ത് ഡ്രോയിങ് ഷീറ്റുമ്മേ പാരലൽ ബോർഡ്സ് ആയിട്ട് ഇങ്ങനെ വരക്കണത്. ഇത് 90 ഡിഗ്രി ആണ് സ്കെയിൽ വരുന്നത്. പിന്നെ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റബിൾ പ്രൊട്ടാക്ടറാണ്. പിന്നെ റൂളർ ആൻഡ് ഡ്രോയിങ്. ഇത് റൂളർ സ്കെയിലാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പാരലൽ ലൈൻസ് അങ്ങനെ പാരലായി വരുന്ന കാര്യങ്ങൾക്കാണ് കൂടുതലും ഈ റൂളർ യൂസ് ചെയ്യാറ്. ഇതത്തെ മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എപ്പോഴും ക്ലീൻ ആവും. ഇൻസ്ട്രുമെൻറ്റ്സ് എന്താവണം, ക്ലീൻ ആവണം. നമ്മൾ വരക്കണ സ്പേസ് എന്താവണം, ക്ലീൻ ആവും. പിന്നെ അവിടെ ഇഞ്ചുറീസ് ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു ഫോർ